മൈസൂർക്കോ ബാംഗ്ലൂർക്കോ പോകുമ്പോൾ ഇങ്ങനെ ഒരു ടയർ കൗത്തിയിട്ടത് കണ്ട ഇത് ടയറും പീടിയാണെന്ന് കരുതി കയറാതെ പോകണ്ട. ഇതൊരു സംഭവമാണ്. ഈ കാഴ്ച കാണാൻ ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി. നമ്മളെ താമരശ്ശേരി ചുരം വർപ്പിച്ച എഞ്ചിന് അഥവാ റോഡ് റോളർ ബോംബെയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്നും ആൾക്കാരും കൊണ്ടുപോണേ രണ്ടട്ടി ബസ് ഡബിൾ ഡെക്കർ. ഞങ്ങളൊപ്പം അങ്ങോട്ട് പോന്നോളി. ഇതാണ് പയാന കാർ മ്യൂസിയം. പാഞ്ഞങ്ങോട്ട് ചെന്നാൽ കയറ്റൂല. ആളും 50 ഉറുപ്പിന്റെ ടിക്കറ്റ് എടുക്കണം. നമ്മളെ CP ബോസ് അതെടുത്ത് ഡോക്ടർ D വീരേന്ദ്ര ഹെഗ്ഗഡെ. ഈ മനുഷ്യന്റെ ഒരു പിരാന്താണിത്. ഒരു വണ്ടിക്കമ്പം. അത് മൂപ്പരെ ചെറുപ്പം തൊട്ട് മൂപ്പര് ഇന്നും വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്നതുമായ കണ്ടമാനം വണ്ടികളും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. കേറുമ്പോ തന്നെ ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിൽ വന്ന മാറ്റങ്ങൾ കാണാം. അതിന് കാളവണ്ടിക്ക് എത്തി. അതും അന്നത്തെ കാലത്ത് ആഡംബര കാളവണ്ടികൾ. പിന്നല്ലേ ഈ ഇഞ്ചൻ കണ്ടുപിടിച്ചത് വണ്ടിന്റെ എഞ്ചിനെ. അതിന്റെ കണ്ടുപിടുത്തം വന്നതോടെ ലോകം മൊത്തം മാറിയില്ലേ. റോൾസ് റോയ്സിന്റെ 1920 കാറാണിത്. ഓല കമ്പനിന്റെ ഒരു വളർച്ച തന്നെ ഇവിടെ ഉണ്ട്. കേരളത്തിലുള്ളവർക്ക് കണ്ടുപരിചയമുള്ള ഫോർഡിന്റെ 1946 വണ്ടി അത്. ഇത് ഈ അടുത്ത കാലത്ത് എക്ടറും കൊണ്ട് ഇന്ത്യക്ക് വന്ന ചൈന വണ്ടി എന്ന് പേരുള്ളേ MGന്റെ അന്നത്തെ രാജാവാ. ഈ കാറ് കണ്ടാൽ ഉദ്ഘാടനം ചെയ്യാൻ നടക്കുന്ന ഏതെങ്കിലും നടിന്റെ മാതിരി ഉണ്ട് എന്ന് പറയണ്ട. ഇനിയിപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു തരാണ്ട് ഇന്നെ ജയിലിക്ക് പിടിച്ചിടാനും നിൽക്കണ്ട. എനിക്ക് കണ്ടിട്ട് തോന്നിയത് അരയന്നത്തിന്റെ മാതിരി ഉണ്ട് എന്നാ. എന്താ ചോർക്കില്ലേ. ഈ എംബ്ലം കണ്ട അങ്ങക്ക് മനസ്സിലായില്ലേ. ഇതാണ് ഈ ഇടക്കിടക്ക് സോഡ കുടിപ്പിച്ചാൻ വൈമ നിർത്തിച്ച സ്കോഡ. PT ഉഷക്ക് ഒളിമ്പിക്സിൽ പങ്കെടുത്തതിന് അന്നത്തെ കാലത്ത് കേരള സർക്കാർ സ്റ്റാൻഡേർഡ് കമ്പനിന്റെ ഇതുപോലത്തെ ഒരു കാറ് കൊടുത്തിരുന്നാണ് മൂസവക്കീലിന്റെ ഓർമ്മ. ഈ കാണുന്ന മാർക്ക് 3 മോഡലിന് ഡ്രൈവിംഗ് പഠിച്ച കഥ പറയാണ് നമ്മളെ CP ബോസ്. കോണ്ടസ് കണ്ടില്ലങ്ങള്. നമ്മളെ നാട്ടില് ബ്രെഡും സാബൂനും ഒക്കെ കൊണ്ടുവന്നീനെ മെറ്റഡോർ അവിടെ കിടക്കണ്. മാരുതിക്ക് തൊട്ടു മുമ്പ് വന്ന് വിപ്ലവം സൃഷ്ടിച്ച് സോപ്പും പെട്ടി എന്ന് പേരുള്ള കാറ്. ഇതാണ് ഈ രാജാക്കന്മാരുടെ കൂട്ടത്തിലെ രാജാവിന്റെ അവസാന പരമ്പര. ഈ അംബാസിഡർ ഇന്ത്യയിൽ പരാജയപ്പെടാനുള്ള കാരണം ഇതിൽ നിന്നുള്ള തുരുമ്പുകളും ഈ കാണുന്ന പോലത്തെ കംപ്ലൈന്റുകളൊക്കെ തന്നെയാണ്. അവസാനമായിട്ട് വന്ന അംബാസിഡറിനെ ഉടുത്തയച്ചിട്ടതും ഇവിടെ കാണാം. 1985 രാജീവ് ഗാന്ധിന്റെ ഒരൊറ്റ ഒപ്പുകൊണ്ട് ഇന്ത്യക്കാരന്റെ ജീവിതം മാറ്റിയ മാരുതി 800. രാജഭരണക്കാലത്ത് മനുഷ്യന്മാരെ തോളിലെച്ച് കൊണ്ടുപോയി മഞ്ചല്. അത് ഇവിടെ മുകളിലുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് ഇന്ത്യക്ക് രണ്ടാമതും വന്ന സിട്രന്റെ 1919, 1966, 2022 പല വണ്ടികളും അതിന്റെ പല ലോഗോകളും. ഇന്ത്യക്കാരന്റെ വികാരം. നേതാക്കന്മാർ മുതൽ നടീ നടന്മാര് വരെ വെൽസീന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ 1952 കാറാണിത്. 1961 കെട്ടിലും മട്ടിലും മാറി പേരിന്റെ ഒപ്പം ഒരു പേരും കൂടി ചേർന്നും ചെയ്ത്. രണ്ട് കൈയും ഒരുമിച്ച് മുറിഞ്ഞാല് എല്ല് ഡോക്ടർമാര് കൈ കെട്ടി തരുന്ന മാതിരിയാ ഇതിന്റെ വൈപ്പർ. അങ്ങോട്ടും ഇങ്ങോട്ടും ചീൽപാത്രം കൗത്യമായിത്ത വീൽക്കപ്പും ഷെവർലന്റെ ഇംബാല. ഇതിന്റെ ടയറിന് വൈറ്റ് വാൾ ടയർ എന്നാ പറയാ. സാധാരണ ടയറിനേക്കാളും 200 ഉറുപ്പിക ഏറെ കൊടുക്കണം അതിനെന്നാണ് വക്കീല് പറഞ്ഞത്. മൂപ്പർക്ക് അതിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ. സ്റ്റെയറിംഗിൽ വന്ന മാറ്റങ്ങള്, ഹെഡ്ലൈറ്റിൽ വന്ന മാറ്റങ്ങള്, വീൽ കപ്പിന്റെ കാലഘട്ടങ്ങള് ഒക്കെ നമുക്ക് ഇവിടുന്ന് നോക്കി അങ്ങോട്ട് കാണാം. രാജാക്കന്മാരല്ലേ ഈ കെടുക്കുന്നത്. RX-100, രാജ്ദൂത്, ജാവ, ട്രംപ്. എന്നും രാവിലെ മീനും കൊണ്ടുവരുന്ന മീനൈറ്റി അഥവാ MIT. ഇന്ത്യയിലെ ആദ്യത്തെ ഗിയർ ഇല്ലാത്ത സ്കൂട്ടർ അതാണ് ഈ കാണുന്ന കൈനറ്റിക് കൊണ്ടാന്നാണ് നമ്മൾ അറിവ്. തെറ്റാണെങ്കിൽ കമന്റിൽ തിരുത്തിക്കോളിട്ടോ. ബജാജിന്റെ കൈമല് ഗിയർ വന്ന ആമത്തോട്, രാജദൂതും ഇപ്പത്തെ ബുള്ളറ്റും, ആപ്പന്റെ കമ്പനി പിയാജിയോന്റെ വെസ്പകളും അങ്ങനെ എല്ലാം ഉണ്ട്. താഴത്തെ നിലയ്ക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ആകാശത്ത് കൂടെ പറക്കണേ ഗ്ലൈഡറിന്റെ ഒരു ഡിസ്പ്ലേ ഇവിടെ കാണട്ടോ. 1981 പട്ടാളക്കാരെ ട്രക്ക്. ഏത് കല്ലും മണ്ണും ഇത് കേറുന്ന് കാണിച്ചാന് ആ കോലത്തിൽ തന്നെ വെച്ചിന്. പലതരം ട്രക്കുകളും ഇതേമാതിരി വെച്ചിന്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ. പെട്ടെന്ന് കണ്ട തേങ്ങോൺകാള ചേകാണെന്ന് തോന്നിപ്പോവും. എന്നാല് ആ ചില്ലിന്റെ താഴത്തുള്ള കിളിവാതിൽ തുറന്നാല് വേടി വെക്കാള കോയിൽ പുറത്തേക്ക് അങ്ങോട്ട് ചാടും. അത്യാവശ്യം വെള്ളത്തിൽ കൂടി ഇത് പോകുന്ന എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിന്യ ഫോർഡ്. ഈ ലോറി 1948 മോഡൽ ഇട്ടോ. മഹായാനം സിനിമയിലൊക്കെ മമ്മൂക്ക കൊണ്ടുനടന്നീനെ മാതിരത്തെ ടാറ്റന്റെ അന്നത്തെ കാലത്തെ ലോറി. നടൻ വിഷ്ണുവർദ്ധന്റെ കാറാണിത്. ഡാറ്റ്സൺ ബ്ലൂബേർഡ്. പുലിവാൽ കല്യാണം സിനിമയിൽ മണവാളൻ വിളിച്ചു വന്ന ധർമ്മേന്ദ്രന്റെ ടാക്സി. ഇന്നും ബോംബെയിലൊക്കെ ടാക്സി ആയി ഓടുന്നത് ഇങ്ങനെ കാണാം. അതായത് ഫിയറ്റിന്റെ ഡിലൈറ്റ്. മോഹൻലാലിന്റെ ഭൂമിയിലെ രാജാക്കന്മാര് സിനിമയിൽ കണ്ട കാറ്. മമ്മൂക്കന്റെ രാജമാണിക്കത്തിൽ പെട്ടെന്നൊരു ഇൻട്രോട്ട് വന്നാണ്ട് നെഞ്ചിനുള്ളിൽ നീയാണ് തേനാണെന്നുള്ള പാട്ടില്ലാൻ ചോദിക്കണം. ആ തരത്തിലുള്ള ബെൻസ്. ആ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി നോക്കിയാണ്. പായ മുടഞ്ഞ മാതിരി ഉണ്ടാക്കിയ വണ്ടി. ഇതാണ് മോറിസ് ഗാരേജ് അഥവാ MGന്റെ വുഡി എന്ന് പേരുള്ള മരം കൊണ്ടുണ്ടാക്കിയ കാറ്. നമ്മളെ കേരളത്തിന്റെ ലീഡർ K കരുണാകരൻ കാലങ്ങളോളം ബെൻസിന്റെ ഈ മോഡൽ കാറിലെ ഇനി നടന്നിരുന്നൊരു ഓർമ്മ ഉണ്ട് കേട്ടോ. BMW കേരളത്തിൽ ഒരു ഓളുണ്ടാക്കി കൊടുത്ത വണ്ടി. ഓപ്പൺ ജീപ്പ്, കൊറോള, മസ്ദ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ അത് ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ. മാരുതി 800, സെന്ന്. ഇതിന്റെ ഒക്കെ പല മോഡലുകൾ, പല തലമുറകൾ. ഈ കോളീസ് കാണുമ്പോൾ കൊണ്ടോട്ടി മണ്ഡലത്തിലുള്ളവർക്കും തൊട്ടടുത്തുള്ളവർക്കൊക്കെ ഒരു MLA ഓർമ്മ വരും. 3003 എന്ന പച്ച കോളീസിൽ സാധാരണക്കാരന്റെ MLA ആയി ഈ നാട് ഭരിച്ചീനെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട K മുഹമ്മദ് ഉണ്ണിയാജിനെ. ഇങ്ങനെ ചക്രത്തിൽ തുടങ്ങി വണ്ടിന്റെ ഇന്നത്തെ കാലത്തെ മാറ്റങ്ങൾ 2 നിലകളിലൂടെ നടന്നു കാണാൻ മൈസൂരിലെ പയാന മ്യൂസിയം നിങ്ങൾ വന്ന് കാണുന്നെ വേണം. ഇത്രയും വണ്ടികൾ കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതൊക്കെ സ്റ്റാർട്ടാക്കണ്ടേന്ന്. അതിനും ബേജാറാവണ്ട. ഈ വണ്ടിയൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ സ്റ്റാർട്ടാക്കി നല്ല ചൂടാക്കി കണ്ടീഷനാക്കി വെക്കും. അപ്പൊ ഇങ്ങനെ സാറല്ലേ നല്ലൊരു ഫോട്ടോ സ്പോട്ടും കൂടിയാണ് ഇത്
ചെയ്തിട്ടോ. പയാനയിൽ ഞങ്ങൾ പോയതറിഞ്ഞു വന്നേ നമ്മളെ പ്രിയപ്പെട്ട TJ ബിൽഡേഴ്സിന്റെ ജംസി ഇതേപോലെ ടയർ തലയിൽ വെച്ച് കൊണ്ടോണമായിത്തെ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തെടുത്തു. അപ്പൊ ഉമ്മ ഫോട്ടോയും ഇവിടുന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഇറങ്ങിങ്ങോട്ട് പോരാൻ നേരത്തെ നമ്മളെ താമരശ്ശേരി ചുരം വെറുപ്പിച്ചേ എഞ്ചിന് അഥവാ റോഡ് റോളർ. ബോംബെയിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇന്നും ആൾക്കാരെയും കൊണ്ടുപോണേ 2 ബസ് അഥവാ ഡബിൾ ഡക്കർ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട ഒപ്പം കൂടാനും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും മറക്കണ്ട. നിങ്ങളെ വണ്ടിന്റെ അനുഭവം നിങ്ങളെ കയ്യിലുള്ള വണ്ടി ഏതാണോ അത് കമന്റ് ചെയ്തോളി. പോയി കണ്ടോളിട്ടോ. നഷ്ടാവൂല, ഇഷ്ടാവും.